രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയോടായിരുന്നു നീച്ചുന്നത്. ഒന്നാലോചിച്ച് നോക്കിയപ്പോൾ ഏറ്റവും എളുപ്പം പുട്ടാണല്ലോ, ഏറ്റവും എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുതന്നെ ഉണ്ടാക്കാൻ നോക്കി. അത് കഴിഞ്ഞിട്ടാണ് ചിന്തിച്ചത് ഇനി അടുത്തത് എന്താണെന്ന്. അങ്ങനെ പുട്ടുണ്ടാക്കി അതിലേക്ക് നല്ല കട്ടൻ ചായയും പിന്നെ നല്ല മുളകിട്ട മീൻകറിയുമായിരുന്നു പുട്ടിന്. അതേപോലെ തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടി അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. ഇതുപോലത്തെ വിറകടുപ്പ് ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോഴും ഇല്ല. അങ്ങനെ വിറകടുപ്പിൽ കലം വെച്ചിട്ട് കത്തിക്കാൻ തുടങ്ങി. അടുപ്പ് കത്തിച്ച് ഇപ്പോഴത്തെ പുകയില്ലാത്ത അടുപ്പിനേക്കാൾ ഏറ്റവും എളുപ്പം നമ്മുടെ ഈ പഴമയുടെ ഈ 3 കല്ല് അടുപ്പാട്ടാം. അതാകുമ്പോൾ വേഗം എളുപ്പം കത്തിപ്പിടിക്കാനൊരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോഴത്തെ പുകയില്ലാത്ത അടുപ്പ് നമുക്ക് എത്ര കത്തിച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പിടിക്കില്ല. എന്നാൽ കത്തിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വാരാനും തുടക്കാനും അതിന് വേണ്ടിയിട്ട് ബെഡൊക്കെ തട്ടിക്കൂട്ടി വൃത്തിയാക്കി റൂമൊക്കെ ക്ലീൻ ചെയ്ത് വന്ന് അതിന് ശേഷം ചോറ് വേവുകയും ചോറ് ഊറ്റാൻ നിന്നു. ആ അടുപ്പിൽ തന്നെ കറിയും വെച്ചു. നല്ല മത്തിക്കറി മുളകിട്ടതാട്ടോ. കുഞ്ഞമത്തിയാണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഏതായാലും സ്പെഷ്യൽ. അപ്പോൾ ചോറ് ഊറ്റുകയും അതിനോടൊപ്പം കറി ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറി എന്തായി നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോന് അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഓനോരോ കുസൃതികളൊക്കെ കാട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ വിചാരിച്ചു. വെള്ളം കുടിക്കാൻ നിന്നപ്പോൾ ഓനക്കും വേണം വെള്ളം. അപ്പോൾ ഓനും ഒരു കപ്പ് എടുത്തിട്ട് ഉമ്മച്ചി വെള്ളം വേണം എന്ന് പറഞ്ഞങ്ങാണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓനക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അതിനുശേഷം പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി നിന്ന്. പയറായിരുന്നു കിട്ടിയത്. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കാൻ ഉപ്പേരി അങ്ങനെ അടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതവിടെ അങ്ങനെ കിടന്ന് വെന്തോട്ടെ. അപ്പോൾ മത്തി പൊരിക്കുന്ന പ്രക്രിയയിലേക്ക് കടന്ന് മത്തി പൊരിക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നാളെ ഇതേപോലെ